ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാഗവതത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭഗവാനും ഭീമനും അർജുനനും കൂടി ജരാസന്ധനെ കാണാനായിട്ട് മഗധയിലേക്ക് പോകുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞത്. യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിന് മുന്നോടിയായിട്ടാണ് ഈ വിധം പോകുന്നത്. അങ്ങനെ ഇവരെല്ലാവരും, അതായത് ഭഗവാനും അർജുനനും ഭീമനും മഗധയിൽ എത്തിച്ചേരുന്നു. അങ്ങനെ രാജധാനിയിൽ എത്തി ജരാസന്ധനെ അവർ കാണുകയാണ്. അവർ ബ്രാഹ്മണ വേഷം ധരിച്ചാണ് എത്തിയിരിക്കുന്നത്. ആ സമയത്ത് ജരാസന്ധൻ ഇവരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? എന്തിനായിട്ടാണ് എന്നെ കാണാൻ വന്നത്? അങ്ങനെ ചോദിച്ചപ്പോൾ കൃഷ്ണനാണ് മറുപടി പറഞ്ഞത്. ഞങ്ങൾ സഞ്ചാരികളായ ബ്രാഹ്മണരാണ്. അങ്ങയുടെ കീർത്തി കേട്ട് ഇവിടെയും വന്നു എന്നു മാത്രം. അങ്ങ് വലിയ ദാനശീലനാണെന്നും ആരെന്തു ചോദിച്ചാലും മടി കൂടാതെ അങ്ങ് നൽകുമെന്നുമൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മഹാനെ കാണുവാൻ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി. മഹാബലി, ഹരിശ്ചന്ദ്രൻ, രന്തിദേവൻ, ശിബി തുടങ്ങിയ ധന്യാത്മാക്കൾ ദാനധർമ്മം കൊണ്ടാണല്ലോ ത്രിലോകങ്ങളിലും സുഹൃതികളായി തീർന്നത്. ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജരാസന്ധനോട് പറഞ്ഞപ്പോൾ ജരാസന്ധൻ മറുപടി പറയുകയാണ്, ആ വിഡ്ഢികളുടെ പേരുകളൊന്നും എനിക്ക് കേൾക്കണ്ട. അവരൊക്കെ എങ്ങനെ ദാനശീലരായി എനിക്കറിയില്ല. അത് പോകട്ടെ, നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? അത് വേഗം തന്നെ പറഞ്ഞോളൂ. അത് കേട്ടപ്പോൾ ഭഗവാൻ പറയുകയാണ്, അത് പറയാം, പക്ഷേ. അപ്പോൾ ജരാസന്ധൻ ചോദിക്കുകയാണ്, എന്തു പക്ഷേ? എന്നിട്ട് ഈ വിധം സംഭാഷണം ചെയ്യുന്നതിനിടയിൽ പക്ഷേ ജരാസന്ധൻ്റെ ഉള്ളിൽ ചില സംശയങ്ങൾ വന്നിരുന്നു. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും ബ്രാഹ്മണരാണോ? കയ്യിന്മേൽ ഞാൻ തഴമ്പുകൾ കാണുന്ന സ്ഥിതിക്ക് നിങ്ങൾ ക്ഷത്രിയരാകാനാണ് സാധ്യത. പക്ഷെ അങ്ങനെ വേണമെന്നില്ല. പരശുരാമൻ, ദ്രോണർ മുതലായവർ ബ്രാഹ്മണരായിരുന്നിട്ടും അവർ യോദ്ധാക്കളായിരുന്നു. അവരുടെ കൈകളിൽ തഴമ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കണക്കാക്കാനാകില്ല. എങ്കിലും ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും ആരാണ്? ബ്രാഹ്മണരാണോ? അങ്ങനെയാണെങ്കിൽ ഹേ ബ്രാഹ്മണ, അങ്ങയെ ഞാൻ എവിടെ വെച്ചോ കണ്ടതുപോലെ ഓർക്കുന്നു. എവിടെയാണ് താങ്കളുടെ നാട്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജരാസന്ധൻ കൃഷ്ണനെ നോക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ശരിയായിരിക്കാം. പണ്ട് മധുരയിൽ വെച്ച് അമ്പാടി കൃഷ്ണനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ മധുരയിലുണ്ടായിരുന്നു. അപ്പോൾ ജരാസന്ധൻ വീണ്ടും കൃഷ്ണനോട് പറയുകയാണ്, കണ്ടില്ലേ എൻ്റെ യുദ്ധസാമർഥ്യം? ആ കാലിച്ചെറുക്കൻ, അവനെ ഞാൻ ഓടിച്ചു വിട്ടിരുന്നു. അവനെ ഞാൻ ചക്രശ്വാസം വലിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഒടുവിൽ അവൻ എന്നോട് തോറ്റോടിയ ഓട്ടം, അതും നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇങ്ങനെ ജരാസന്ധൻ ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, രണ്ടുപേരും ഓടുന്നത് കണ്ടു. ആരാരെ ഓടിച്ചുവെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ആ ഇടയച്ചെറുക്കനും മോശക്കാരനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഭഗവാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ജരാസന്ധൻ പറയുകയാണ്, മോശക്കാരനല്ലെന്നോ? എന്ത് കണ്ണുകൊണ്ടാണ് അങ്ങ് കണ്ടത്? അല്ലെങ്കിലും വയറ്റിപ്പിഴപ്പിന് നടക്കുന്ന ബ്രാഹ്മണർക്ക് യുദ്ധമുറ വല്ലതും അറിയാമോ? അവൻ ഒന്നും രണ്ടും പ്രാവശ്യമല്ല, 17 തവണ എൻ്റെ മുമ്പിൽ തോറ്റോടിയവനാണ്. ഒടുവിൽ എന്നെ പേടിച്ച് അവൻ കടലിനക്കരെ എവിടെയോ ഒളിച്ച് താമസിക്കുകയാണ്. അതെന്തെങ്കിലും ആകട്ടെ, വാസ്തവത്തിൽ നിങ്ങൾ ആരാണ്? നിങ്ങളെ കണ്ടിട്ട് ബ്രാഹ്മണരാണെന്ന് തോന്നുന്നതേയില്ല. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്,
ഞങ്ങൾ ചോദിക്കുന്നത് തരാമെന്ന് സത്യം ചെയ്താൽ ഞങ്ങൾ ആരാണ് എന്നുള്ള പരമാർത്ഥം പറയാം. അപ്പോൾ ജരാസന്ധൻ കൃഷ്ണനോട് പറയുന്നു, എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിലും എൻ്റെ ജീവനും രാജ്യവും ഒഴിച്ച് ഞാൻ സാധിച്ചു തരാമെന്ന് സത്യം ചെയ്യുന്നു. ഉത്തമ ബ്രാഹ്മണർക്കാണെങ്കിൽ എൻ്റെ ജീവനും നൽകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ള ഉത്തമ ബ്രാഹ്മണരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ജരാസന്ധൻ്റെ സംഭാഷണം കേട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഞങ്ങൾ ആരാണെന്ന് പറയാം. അങ്ങയെ 17 തവണ യുദ്ധത്തിൽ തോൽപ്പിച്ച ആ ഇടയ ചെറുക്കനായ കൃഷ്ണനാണ് ഞാൻ. രുക്മിണിയെ പരിണയിച്ച കൃഷ്ണൻ. ഇവൻ മധ്യപാണ്ഡവനായ പാർത്ഥനും മറ്റേവൻ അവൻ്റെ ജ്യേഷ്ഠനായ ഭീമനുമാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ രാജ്യമോ ജീവനോ ആവശ്യമില്ല. ഒരു ദ്വന്ദ്വയുദ്ധമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 3 പേരിൽ ആരോടെങ്കിലും ദ്വന്ദ്വയുദ്ധം ചെയ്താൽ മതി. ഇങ്ങനെയുള്ള കൃഷ്ണൻ്റെ വർത്തമാനം കേട്ടപ്പോൾ ജരാസന്ധൻ പൊട്ടിച്ചിരിച്ചു. ഇതാണോ ഇത്ര മഹാകാര്യമായി നിങ്ങൾ ആവശ്യപ്പെട്ടത്? ഈ നിസാര കാര്യത്തിന് എന്നെക്കൊണ്ട് ഇത്ര വലിയ സത്യമൊക്കെ എന്തിനു ചെയ്യിപ്പിച്ചു? ഓർത്തിട്ട് തന്നെ നാണമാകുന്നു. യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ അഹങ്കാരം തീർക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് താനും. ആട്ടെ, ഞാൻ ആരോട് യുദ്ധം ചെയ്യണം? നീയാണെങ്കിൽ പലവട്ടം എന്നോട് തോറ്റവനാണ്. തോറ്റോടിയവനോട് ഞാൻ യുദ്ധം ചെയ്യാറില്ല. അർജുനനാണെങ്കിൽ അവൻ എനിക്ക് സമനായ ജോഡിയല്ല. പിന്നെ ഭീമനാണ്, അവനും എനിക്ക് സമനല്ല. എങ്കിലും വേറെ 4ാമതായി ഒരാൾ ഇല്ലാത്തതുകൊണ്ട് അവനുമായി ദ്വന്ദ്വയുദ്ധത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. യുദ്ധമധ്യേ പേടിച്ചോടരുത്. ഓടിയാൽ അവിടെ വെച്ച് പിടിച്ച് ഞാനവനെ കൊന്നുകളയും. ഇങ്ങനെ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി ജരാസന്ധൻ പറയുകയാണ്. അതിനുശേഷം ജരാസന്ധൻ ആയുധപ്പുരയിൽ പ്രവേശിച്ച് 2 വലിയ ഗദകൾ എടുത്തുകൊണ്ടുവന്ന് ഭീമൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ള ഗദ പരിശോധിച്ചിട്ട് എടുക്കാം. അപ്പോൾ മാരുതി പറഞ്ഞു, വേണ്ട, നിനക്കിഷ്ടമുള്ളതെടുക്കൂ, മറ്റേത് ഞാനും എടുക്കാം. എനിക്ക് ഏതായാലും മതി. ഇങ്ങനെ വായുപുത്രനായ ഭീമൻ പറയുകയാണ് ജരാസന്ധനോട്. അതിനുശേഷം അവർ തമ്മിൽ സമരമാരംഭിച്ചു. സഹസ്രക്കണക്കിന് കാണികളും വന്നു ചുറ്റും കൂടി. ഗദകളുടെ സംഘട്ടനനാദം ഇടിഗർജിതം പോലെ മുഴങ്ങി. ദിഗന്ധങ്ങൾ നടുങ്ങി. ഘോരമായ ആ യുദ്ധം 15 ദിവസം നീണ്ടുനിന്നു. ആർക്കും തോൽവിയുമില്ല, ജയവും ഇല്ല. ഭീമൻ ക്രമേണ ക്ഷീണിക്കുന്നതായി കണ്ട് അർജുനൻ രഹസ്യമായി കൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, ഇതവസാനിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ജ്യേഷ്ഠനാണെങ്കിൽ ക്ഷീണിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, അത് സാരമില്ല. ജരാസന്ധൻ്റെ ശരീരം നടുവേ വലിച്ചു കീറി തല തിരിച്ചിട്ടാൽ മാത്രമേ അവൻ മരിക്കുകയുള്ളൂ. തല തിരിച്ചിട്ടില്ലെങ്കിൽ ഉടലുകൾ സന്ധിച്ച് അവൻ പിന്നെയും ജീവിക്കും. അങ്ങനെ ചെയ്യാൻ ഭീമനെ എന്തെങ്കിലും അടയാളം കാണിച്ച് നീ ധരിപ്പിക്കുക. ഒരു ഇല നടുവേ കീറി തല തിരിച്ച് എറിഞ്ഞ് കാണിച്ചു കൊടുക്കൂ. ഇങ്ങനെ അച്യുതൻ്റെ ഉപദേശമനുസരിച്ച് അർജുനൻ ഒരു പച്ചില പറിച്ചെടുത്ത് നടുവേ കീറി ജ്യേഷ്ഠൻ കാണത്തക്കവണ്ണം തല തിരിച്ച് ദൂരേക്കെറിഞ്ഞു. പാർത്ഥൻ്റെ ഉദ്ദേശം ഭീമസേനന് മനസ്സിലാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജരാസന്ധൻ്റെ ജനനകഥകൾ ഭീമനും നേരത്തെ തന്നെ കേട്ടിരുന്നു. യുദ്ധം വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. യുദ്ധത്തിനിടയിൽ തരം കിട്ടിയപ്പോൾ മാരുതപുത്രൻ മഗധനെ തള്ളി താഴെ വീഴ്ത്തുന്നു. അവൻ്റെ കാലിന്മേൽ ബലമായി ചവിട്ടി നിന്നുകൊണ്ട് മറ്റേ കാൽ 2 കൈകളിലും പിടിച്ചു പൊക്കി
ആന കരിമ്പനയുടെ ഇളം തടി ചീന്തുന്നതുപോലെ വലിച്ചു കീറി തല തിരിച്ച് ദൂരത്തേക്കെറിഞ്ഞു. അതോടുകൂടി ദ്രോഹിയും ക്രൂരനുമായിരുന്ന ജരാസന്ധൻ കാലപുരിയും പൂകി. ജരാസന്ധൻ്റെ ബന്ധുമിത്രാദികൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളിൽ വീണ് അഭയമപേക്ഷിച്ചു. അവൻ്റെ ശേഷക്രിയാദികൾ കഴിഞ്ഞ് പുത്രനായ സഹദേവനെ മഗധയുടെ അധിപനായി മാധവൻ വാഴിച്ചു. പിന്നീട് പീതാംബരൻ കാരാഗൃഹത്തിൽ കിടന്ന സർവ്വരാജാക്കന്മാരെയും നാടുവാഴികളെയും മോചിപ്പിച്ചു. അവർ ആനന്ദചിന്മയനും അഖിലാണ്ടകോടികൾക്കാധാരനുമായ ഭഗവാനെ എന്നു വിളിച്ച് സ്തുതിച്ച് സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ പാവനമായ മലരടികളിൽ കുമ്പിട്ട് നമസ്കരിച്ചു. അപ്പോൾ നന്ദാത്മജൻ ആർദ്രമധുരമായ മന്ദസ്മിതത്തോടുകൂടി ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ മഹത്തുക്കളായ മഹീപതികളെ, നിങ്ങളെല്ലാവരും സ്വതന്ത്രരായിരിക്കുന്നു. നിങ്ങളിനി സ്വന്തം രാജ്യങ്ങളിൽ പോയി മക്കളോടും ഭാര്യമാരോടും ചേർന്ന് സുഖമായി ജീവിക്കുക. ഞാനുള്ള കാലത്തോളം മേലാൽ നിങ്ങൾക്ക് യാതൊരുവിധ ശത്രുഭയവും ഉണ്ടാകുന്നതല്ല. രാജപുങ്കവനായ ധർമ്മപുത്രർ അടുത്ത കാലത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ഒരു രാജസൂയ മഹായജ്ഞം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ പുണ്യയജ്ഞത്തിൽ നിങ്ങളെല്ലാവരും സന്തോഷപൂർവ്വം സന്നിഹിതരായി പങ്കുകൊള്ളണമെന്ന് അദ്ദേഹത്തിൻ്റെ അനുജന്മാരായി ഈ നിൽക്കുന്ന ഭീമനും അർജുനനും വേണ്ടി ഞാൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. രാജാക്കന്മാർ ആ ക്ഷണം തലകുനിച്ച് സ്വീകരിക്കുന്നു. ഭഗവാന്റെ കൽപ്പന പ്രകാരം സഹദേവൻ, അതായത് ജരാസന്ധൻ്റെ പുത്രൻ, ആ ഭൂപതികളെ വേണ്ടവണ്ണം സൽക്കരിച്ച് സുഗന്ധജലത്തിൽ സ്നാനം ചെയ്യിപ്പിച്ച് വസ്ത്രങ്ങളും ആഭരണങ്ങളും മൃഷ്ടാന്ന ഭോജനവും നൽകി തൃപ്തിപ്പെടുത്തുന്നു. എന്നിട്ട് രഥങ്ങളിൽ കയറ്റി രാജോചിതമായ വിധം അവരവരുടെ രാജധാനിയിലേക്ക് അയക്കുന്നു. ജരാസന്ധ വധം കഴിഞ്ഞ് ആഗതരായ അനുജന്മാരെ ധർമ്മപുത്രർ അനുഗ്രഹിക്കുകയും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ദിഗ്വിജയത്തിനു വേണ്ടി 4 ദിക്കുകളിലേക്കും 4 അനുജന്മാരെയും നിയോഗിച്ച് അയച്ചു. അതിനുശേഷം ദ്വാരകാപതിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു. ഭഗവാന്റെ യാത്രാവസരത്തിൽ ധർമാത്മജന് മിണ്ടാൻ പോലും ശക്തിയില്ലാതായി. അദ്ദേഹത്തിൻ്റെ അക്ഷികളിൽ നിന്നും അശ്രുകണങ്ങൾ അടർന്നടർന്ന് വീണുകൊണ്ടേയിരുന്നു. അത് കണ്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ സമാധാനപ്പെടുത്തി: യുധിഷ്ഠിരാ, അങ്ങ് എൻ്റെ യാത്രയിൽ ഇത്രമാത്രം വിഷമിക്കുന്നതെന്തിന്? അങ്ങ് സമാധാനത്തോടു കൂടി ഇരിക്കൂ. എല്ലാ കാര്യവും മംഗളമായി നടക്കും. ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ ദ്രൗപദി തൊഴുതുകൊണ്ട് അറിയിച്ചു: ഭഗവാനെ, അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാശ്രയവും ഇല്ല. അദ്ദേഹം പാഞ്ചാലിയെ സമാധാനപ്പെടുത്തുന്നു. ഞാനുണ്ടെന്ന് ധൈര്യമായി വിശ്വസിച്ചു കൊള്ളൂ. ഇങ്ങനെ പാഞ്ചാലിയെ സമാധാനപ്പെടുത്തി ഭഗവാൻ യാത്ര തിരിക്കുന്നു. യാത്രയ്ക്കായി ഭഗവാൻ തൻ്റെ മനോഹരമായ മണിരഥത്തിൽ കയറിയിരിക്കുന്നു. പാഞ്ചജന്യത്തിൻ്റെ പ്രണവനാദം ഉച്ചത്തിൽ മുഴങ്ങി. ഗരുഡാങ്കിതമായ കൊടിക്കൂറ പാറിപ്പറന്നു. രഥം സാവധാനം മുമ്പോട്ട് നീങ്ങിത്തുടങ്ങി. തൊഴുകൈയോടെ എല്ലാവരും നോക്കി നിൽക്കെ അത് ദൃഷ്ടികളിൽ നിന്നും അപ്രത്യക്ഷമായി. ഹരേ കൃഷ്ണ. ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ, കണ്ണടച്ചിരുന്നു കൊണ്ട് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. ഭഗവാൻ ഇതെല്ലാം ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. ഭഗവാന്റെ ആ യാത്ര പാഞ്ചാലിയും ധർമ്മപുത്രരും തൊഴുകൈയോടെ
കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ബാക്കി ആളുകളൊക്കെ അത് നോക്കി നിൽക്കുന്നു. ഈ ഭാഗമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. അതുപോലെ ആ യുദ്ധത്തിൻ്റെ ഭാഗങ്ങൾ, അതൊക്കെ ഒരു മനോഹരമായ അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും തരുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ആ കഥ, ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ടോ? ഞാൻ ഈ കഥ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കടന്നു വരുന്നു. പണ്ട് നമ്മൾ ടി വിയിൽ മഹാഭാരതം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്, സ്ഥിരമായി കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഭാഗമൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ്, അതിൽ ഒരു ഏകാദശി പ്രസാദത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും അതൊന്ന് കാണുക. അതുപോലെ ഒരു ഏകാദശി പ്രസാദം ഉണ്ടാക്കി നമുക്ക് ഇത്തവണത്തെ ഏകാദശിക്ക് ഭഗവാന് സമർപ്പിക്കാം. അത് നമുക്ക് ഭക്ഷിക്കാനും സാധിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.